ഐതിഹ്യവും ഇടചേർന്നു നിൽക്കുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. വള്ളസദ്യയും തിരുവോണത്തോടെയുമുള്ള പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതപ്പെടുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ദേവവാദ്യങ്ങളും ഘോഷിച്ചുമറ്റ് പുഷ്പരാക്ഷതം സത്യധർമാദിയും ശ്രീകീർത്തിനാഥങ്ങളും എത്രയും കീർത്തിച്ചിട്ട് വാഴ്ത്തുന്നാർ നാരായണൻ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. അവ പറയാതെ പോകുന്നത് എങ്ങനെയല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നിരായുധനായ കർണനെ വധിച്ചതിൻ്റെ ആ ഒരു കുറ്റബോധം കാരണം പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. മറ്റൊന്ന്, ഇവരുടെ ഈ പാണ്ഡവരുടെ വനവാസകാലത്ത്, വനവാസം കഴിഞ്ഞ് അജ്ഞാതവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഭൃഗുമുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ പൂജിച്ചിരുന്ന 5 വിഗ്രഹങ്ങളിൽ ഒരെണ്ണം, അതായത് അർജുനൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു, ആറന്മുളയിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ് 2. ഇങ്ങനെയാണ് 2 ഐതിഹ്യങ്ങളുള്ളത്. ഇതിൽ പാർത്ഥൻ്റെ സാരഥി അർജുനൻ്റെ സാരഥിയായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പ്രതിഷ്ഠയിലുള്ളത്. അതുപോലെ ഈ പേരിനും ഒരു പ്രത്യേകതയുണ്ട്. ആറന്മുള, 6 മുളകളുള്ള ഒരു വഞ്ചിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആറന്മുളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം. അങ്ങനെ ഒത്തിരി ഐതിഹ്യങ്ങൾ പേറുന്ന ഒരു ക്ഷേത്ര സന്നിധിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ 108 വൈഷ്ണവ തിരുപ്പതികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട തിരുപ്പതിയാണ് ആറന്മുള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ക്ഷേത്രം. പഞ്ചപാണ്ഡവരാൽ അർജുനൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അങ്ങനെ 5 ക്ഷേത്രങ്ങൾ നമ്മുടെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. തൃക്കൊടിത്താനം മുതൽ തിരുവമ്മണ്ടൂർ വരെ. ഇവിടെ അർജുനൻ പ്രതിഷ്ഠിച്ചാണ് ഭീഷ്മഭഗവാൻ വിശ്വരൂപം കാണിച്ചുകൊണ്ട് വിശ്വരൂപ ചതുർബാഹിയായിട്ടുള്ള വിഷ്ണു വിഗ്രഹമാണ് ആറന്മുളയിലെ. ഇന്ന് വന്നു പറ വെച്ചു. ആ പറവെപ്പൊക്കെ കാണാൻ തന്നെ ഉണ്ട്. നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള രംഗങ്ങളാണ് ഓരോന്ന് കാണാനുള്ളത്. തുടക്കം തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾക്ക് പള്ളിയോടത്ത് കയറി ഈ കരയിൽ വന്ന് പള്ളിയോടത്തിനെ ആനയിക്കുക. ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടാവുന്ന ഒരു വലിയ അനുഭവമാണ്. നമ്മളിപ്പോൾ തിരുവാറന്മുള ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ചത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുക. ഇവിടെ ഇപ്പം നിറയെ വള്ളങ്ങളുണ്ട്. ആക്ച്വലി വള്ളമല്ല, ഇതിനെ പള്ളിയോടങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഭഗവാന് നേർച്ച നേർന്നത് 9 കുടുംബങ്ങളാണ്. ഈ 9 കുടുംബങ്ങളിലുള്ളവർ ഭഗവാന് നിറപറയൊക്കെ അർപ്പിച്ചതിന് ശേഷം ഇവർ ഈ പള്ളിയോടങ്ങളിൽ ഇവിടെ നിന്ന് വഞ്ചിപ്പാട്ടിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി പുറപ്പെടും. പിന്നീട് തിരുവാറന്മുളയപ്പൻ്റെ ക്ഷേത്രക്കടവിൽ ഇവരെ വീണ്ടും ഒരു സംഘം വള്ളപ്പാട്ടുകളൊക്കെ പാടി, വഞ്ചിപ്പാട്ടുകളൊക്കെ പാടി സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതാണ് ഇനി അടുത്ത ചടങ്ങ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. ചന്ദ്രചൂഡൻ ഭഗവാന്റെ ചന്ദ്രചൂഡൻ ഭഗവാന്റെ ചന്ദ്രചൂഡൻ ഭഗവാന്റെ സൂദനം ഐങ്കര. ലേഡീസിനാണെങ്കിൽ താലെടുക്കുക, ജെൻസിനാണെങ്കിൽ വഞ്ചിപ്പാട്ട് പാടി ആ വഞ്ചിയിൽ കയറി ഇത്തര കടവിലേക്ക് വരാൻ പറ്റും പാട്ടുകാരുടെ കൂടെ. പിന്നെ ഓണസദ്യ അവരുടെ കൂടെ കഴിക്കാൻ പറ്റും. ഇതൊക്കെ വലിയൊരു ഇതാണ്. നമുക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ പറ്റാത്ത കേസുകളാണ്. വളരെ സന്തോഷം. ഹരിയും ശ്രീ ഭഗവതി ഹരനും പാർവതീദാനും ആശ്രയം മറ്റാരുമില്ലേ.
ആറന്മുളയപ്പൻ്റെ ക്ഷേത്രക്കടവിലാണ്. പള്ളിയോടങ്ങളെല്ലാം അവിടെ സത്രക്കടവിൽ നിന്നും പുറപ്പെട്ട പള്ളിയോടങ്ങളൊക്കെയും ഇവിടേക്ക് എത്തി. ഇനിയിപ്പം എല്ലാവരും വന്നതിന് ശേഷം ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരെ നേരത്തെ നമ്മൾ സത്രക്കടവിൽ നിന്ന് കണ്ടില്ലേ, അതേപോലെ പാട്ടൊക്കെ പാടി, അതായത് ഈ ഉച്ചത്തിലുള്ള പാട്ടൊക്കെ പാടി ഇവരെ വരവേൽക്കുന്നതാണ് ഇനി അടുത്ത രംഗം. അതിനുശേഷമാണ് വള്ളസദ്യയും കാര്യങ്ങളുമൊക്കെ. ജിയോ, ഹലോ, എന്തുണ്ട്? അതെ, ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണേ, എന്താ ഇവിടെ? ഞാനും അറിയാലോ, ഫുഡ് ബ്ലോഗിംഗ്. വള്ളസദ്യ. ജിയോ ജോൺസൺ കേരളത്തിൽ അറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗർ ആണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ ആറന്മുള സദ്യ, വള്ളസദ്യ അല്ലല്ലേ ഇവരുമായിട്ട് ഇപ്പൊ എങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയൊരു പള്ളിയോടത്തിന്റെ കഴിഞ്ഞ വർഷം വന്നു. അപ്പൊ ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വരവൊക്കെ? നല്ല എക്സ്പീരിയൻസാ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ആറന്മുള എന്ന് പറഞ്ഞാൽ ഇത് കാലപ്പഴക്കങ്ങൾ ഒരുപാടുള്ളതാണ്. ഇവിടുത്തെ വള്ളസദ്യയൊക്കെ ഒരുപാട്, കാരണം എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. ഓർമ്മയെ കാലം മുതലേ ആറന്മുള വള്ളസദ്യയുണ്ട്. അങ്ങനെ ഇപ്പം പണ്ടുള്ളതിനെക്കാട്ടിൽ ഒരുപാട് കൂടുതൽ സദ്യ. ആളുകളത് ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ അടുത്താണെങ്കിൽ പോലും എല്ലാ വർഷവും ഉണ്ടാലും വീണ്ടും വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം. ഭഗവാനെ ഏത് ദുഃഖത്തിലായും ദുരിതത്തിലാണെങ്കിലും അതൊന്ന് വിളിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഭഗവാനെ സാധിച്ചു. ഭഗവാൻ 6 മുള കെട്ടിയാണ് ചെങ്ങടന്ന് ആ വന്ന വിശേഷപരമായിട്ട് ഭഗവാനെ പാടി പുകഴ്ത്തിയാണ് കൊണ്ടുവന്നത്. ഭഗവാൻ ഇവിടെ ഒന്ന് പാടി സ്വീകരിച്ചാണ് അകത്തിരുത്തിയത്. പാടിയാണ് ഈ വന്നവരെ, ഭഗവാന്റെ കൂടെ ഉള്ളവർക്കെല്ലാം സ്വീകരണം. ഭഗവാനെ ഇവിടെ ഇരിക്കാനും ഭഗവാന്റെ എപ്പോഴും ഈ ദേവസങ്കീർത്തനം ഭഗവാൻ ഇങ്ങനെ മുഖരിതമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ അന്നത്തെ അന്തരീക്ഷത്തിനോട് ഭഗവാൻ ഇപ്പോഴും ഒരു പ്രതിബദ്ധതയാകാം. ഭഗവാൻ അതിനോട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാകാം. ഭഗവാന്റെ ശക്തി അന്നത്തെ ആ ഒരു മൂലത്തിൽ തന്നെ നിലകൊള്ളുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ചടങ്ങിന് ഇവിടെ നിന്ന് ഒഴിച്ചു കൂടി വെക്കാനൊക്കെ പറ്റില്ല. ഇത് ചെയ്യുന്നവരും ഭഗവാന്റെ നമുക്ക് സാക്ഷാത്കാരവും വഴിപാടിച്ച് ചെയ്യുന്ന ആൾക്ക് ഗുണവും അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തം വരുമെന്നുള്ള കാര്യത്തിനകത്ത് മാറ്റമൊന്നുമില്ല. ആറന്മുള സദ്യ ഫേമസ് ആണല്ലോ, അപ്പൊ അങ്ങനെ അറിഞ്ഞു വന്നതാണ്. കൗതുകം കൊണ്ട് വന്നേ, ഫസ്റ്റ് ടൈം ആയിട്ട്. ഒന്ന് ട്രൈ ചെയ്യണമല്ലോ.
വള്ളസദ്യ നടത്തണമെങ്കിൽ അത് നമ്മൾ ഡേറ്റ് തീരുമാനിച്ച്, ഓണത്തോടെ അനുബന്ധിച്ചുള്ള ഡേറ്റ് തീരുമാനിച്ച്, അത് നമുക്ക് ഏതെങ്കിലും ബന്ധപ്പെട്ട കരകൾ നമ്മുടെ ബന്ധുക്കളുടെയോ കരയുണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ച് അവിടുത്തെ പള്ളിയോടം വേക്കൻ്റാണ്, വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ പള്ളിയോടത്തിന് നമുക്ക് വഴിപാട് കൊടുക്കാൻ സാധിക്കും. ഇത് പള്ളിയോട സേവാ സംഘം എന്ന് പറഞ്ഞൊരു താഴെ പാഞ്ചേന്യം എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടുത്തെ അതിൻ്റെ ഓഫീസ്, അവിടെ പോയി നമുക്കതിന് ബുക്ക് ചെയ്യാം. ഈ വർഷം ഒരു രീതിയിൽ, ഒരു മിനിമം രീതിയിൽ, അതായത് 250 പേർക്ക് എല്ലാ ചിലവും കൂടെ 1,25,000 രൂപയോളം നമുക്ക് ചിലവാകും. പിന്നെ വള്ളസദ്യയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ കണ്ടു. അത് വിഭവങ്ങളുടെ സമൃദ്ധിയുണ്ട്. പിന്നെ ശ്ലോകം ചൊല്ല, അത് ലോകത്ത് ഇവിടെ അല്ലാതെ വേറെ എങ്ങും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് വെച്ചാൽ അന്നദാനങ്ങളാണ്. അത് പലതുണ്ട്. ഇവിടെ 15 പാർക്കുന്നവർക്ക് അന്നദാനം കൊടുക്കുക, അല്ലാതെ ഉണ്ണി ഊട്ടെന്ന് പറഞ്ഞൊരു കണ്ട് കൊച്ചു കുട്ടികൾക്ക് അവരെ കുളിപ്പിച്ച് വസ്ത്രം കൊടുത്ത് ആഹാരം കൊടുക്കുക. പിന്നെ അതിലൊക്കെ ശ്രേഷ്ഠമായിട്ടാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. അതായത് പണ്ട് നമ്മുടെ ഇവിടുന്ന് കിഴക്ക് കാട്ടൂരില്ല എന്ന് പറഞ്ഞൊരു ഇല്ല ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ബ്രാഹ്മണന് എല്ലാ തിരുവോണ നാളിലും വെളിയിൽ ആഹാരം കൊടുത്ത്, വെളിയിൽ ആർക്കെങ്കിലും 1-2 പേർക്ക് ആഹാരം കൊടുത്തിട്ട് മാത്രമേ അവർ ആഹാരം കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരു വർഷം ആഹാരമെല്ലാം തയ്യാറാക്കി വെച്ചു, ആരും ചെല്ലുന്നില്ല. വളരെ വിഷമിച്ച് തിരുവാറന്മുളപ്പിനെ വിളിച്ച് കരഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ ആ വീട്ടുകാരെല്ലാം വളരെ സന്തോഷമായിട്ട് ആ മഠത്തിലുള്ളവരെല്ലാം ആഹാരം കഴിച്ചു. പക്ഷെ അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. ഇനി എന്നെ നോക്കണ്ട, എല്ലാ വർഷവും എനിക്കുള്ള ആഹാരത്തിനുള്ള സാധനങ്ങൾ നിങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. ആ വർഷം മുതൽ ഇവിടെ ഇങ്ങനെ ആറന്മുള ക്ഷേത്രങ്ങളിൽ ഈ സദ്യക്കുള്ള സദ്യവട്ടങ്ങൾ എത്തിക്കും. അത് പണ്ട് കരമാർഗമല്ല, കുറവാണ്, എല്ലാം ജലമാർഗമാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ജലത്തിലുള്ള, അതായത് തോണിയൽ, അതായത് വള്ളത്തിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പം ക്ഷാമങ്ങൾ, രാജഭരണങ്ങളെ ക്ഷാമങ്ങളുള്ളതായിട്ട് ആ തോണിയെ പലരും ആക്രമിക്കുന്നു. രാത്രിയിൽ വരുന്ന ആക്രമിച്ച സാധനങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചുറ്റുമുള്ള കരക്കാരാണ് ഈ പള്ളിയോടം, വള്ളം വന്നു, അത് കഴിഞ്ഞ് പള്ളിയോടം രീതിയിൽ ഉണ്ടാക്കിയത്. ഭാവിയിലത് ആ തിരുവോണത്തോണിയെ സംരക്ഷിച്ച് കൊണ്ടുവന്ന അവർക്ക് ആഹാരം കൊടുക്കുന്ന ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണെന്നും അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം തന്നെ ഉണ്ടെന്നുമുള്ളൊരു വിശ്വാസമാണ്. ഏകദേശം ആദ്യത്തെ പന്തി കഴിയാറായല്ലേ? നമ്മുടെ നെല്ലിക്കൽ ഇന്ന് ഇവിടെയാണ് 2 പന്തിയാന്ന് തോന്നുന്നു. അതെ, 2 പന്തി. ഇപ്പുറത്തൊക്കെ ഒരുപാട് പന്തികൾ വേറെ 4 കൂടുതലുണ്ടെന്നാ തോന്നുന്നു. അതായത് ഓരോ പള്ളിയോടക്കാർക്കും സെപ്പറേറ്റ്. ഈ വിളിച്ചു പോലതൊക്കെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഐറ്റം കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ശ്ലോകം ചൊല്ലി ചോദിക്കുന്നതും അതേപോലെ അല്ലാതെ ഉള്ള സദ്യ വിഭവങ്ങൾ വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. തേനും വയും. അങ്ങനെ തേനും വയും അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഈ ശ്ലോകം ചൊല്ലുന്നത് 45 തൊട്ട് 70 വരെ, എനിക്കൊന്ന് 72 ഐറ്റംസ് ഉണ്ടെന്നാണ്. 2 തരം പപ്പടം കൂടെ ചേർത്ത് 72 ഐറ്റം, അതായത് 44 തരം ഐറ്റം ഇലയിലുണ്ട്. ബാക്കി 45 മുതൽ 70 വരെയുള്ള
ഐറ്റംസ് വിളിച്ച് ചൊല്ലിക്കൊടുക്കും. അതെ അതെ. ആ ചൊല്ലി ചോദിക്കുന്ന ഐറ്റംസ് ഒക്കെ അവിടെ ടേബിളിൽ വെച്ച് അവിടെ നിന്ന് എടുത്ത് സെർവ് ചെയ്ത്. ജിയോ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പല കടക്കാരാണ് സ്പോൺസർ ചെയ്ത് അങ്ങനെ പോകുന്നു. ഈ നമ്മുടെ ടേസ്റ്റിന് എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നുമോ? നമ്മുടെ ഞാനൊക്കെ ഈ വള്ളം തുഴഞ്ഞ് വന്നുകൊണ്ട് വള്ളം തുഴഞ്ഞ് വള്ളക്കാരോട് പാട്ടൊക്കെ പാടി വന്നുകൊണ്ട് പ്രത്യേക എക്സ്പീരിയൻസ്. അതുകൊണ്ട് എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ്. ജോലി എടുത്ത് അതെ അതെ. വിശപ്പുകൊണ്ടാണോ അതറിയില്ല, പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വിഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണുമെന്ന് നമ്മൾ എന്തോ വേൾഡിലെ ബിഗ്ഗസ്റ്റ് സദ്യ. ഏറ്റവും വലിയ സദ്യ. അതെ അതെ. സദ്യ കഴിച്ചു തീർന്നപ്പോൾ ഇവിടെ ഐറ്റംസ് വന്ന് തീരത്തില്ല എന്നുള്ളതാണ് അല്ലേ? ഈ ഇല നിറഞ്ഞ് എന്റെ ഏറെക്കുറെ ഞാൻ എടുത്തു കഴിഞ്ഞു. അതിലൊന്നൊക്കെ ഒന്ന് പറയാം അല്ലേ? അതെ. ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴം, ഉപ്പ് തൊട്ട് തുടങ്ങാം. ഉപ്പുണ്ട്, പഴമുണ്ട്, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ ചേന, ഇത് എള്ളുണ്ട, പരിപ്പ് വട, പിന്നെ അച്ചാർ എന്നൊരു 4-5 ഐറ്റം ഉണ്ട്. പിന്നെ കരിമ്പ്, മാങ്ങ, പുളിഞ്ചി അടിപൊളി. തോരൻ തന്നെ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. പിന്നെ 2 തരം അവിയല്, ഓലൻ, കിച്ചടി, കുറെ കിച്ചടി ഉണ്ട്, ഓലൻ, പിന്നെ പായസമുണ്ട്, പിന്നെ അട, കൂട്ടുകറി, എലിശ്ശേരിയാണോ? എലിശ്ശേരി, വറുത്തരിശ്ശേരി. പിന്നെ 3 പപ്പടം. 3 പപ്പടം. അതിന് ഒത്തിരി ഐറ്റംസ് ഉണ്ട്, പറഞ്ഞാൽ തീരാത്തധികം ഐറ്റംസ്. കരിമ്പ്, അതെ, അട, പിന്നെ ഉണ്ണിയപ്പം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സദ്യ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ആറന്മുള വള്ളസദ്യ എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരിക്കലും മറക്കില്ല ഈ സദ്യ. അത്രയ്ക്ക് അടിപൊളി സദ്യയാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഈ നമുക്ക് അറിയാവുന്നത് ഇവിടെ പള്ളിയോട് സമിതിയുടെ അവരുടെ പാസൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മൾ ദേവസ്വത്തിനോട് പറഞ്ഞ് പാസൊക്കെ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ വരുന്നവരാരും സദ്യ കഴിക്കാതെ പോവാറില്ല. അതാണ് സത്യം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ, ജിയോ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലെങ്കിലും വന്ന് ഇതിനൊക്കെ ഒന്ന്, കാരണം നമ്മള് പലതരം ടേസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല്ലേ? ഒരു മലയാളി എന്ന നിലയിൽ ഈ സദ്യ കഴിച്ചിരിക്കേണ്ടതാണ്. സത്യം. What's up?
സദ്യ കഴിഞ്ഞു, ഇതേ വള്ളക്കാര് മടങ്ങുന്നു. അപ്പൊ ഞാൻ മംഗളം അവരോട് പാടി മടങ്ങുന്നു. മംഗളം പാടി മടങ്ങുന്നു. അപ്പൊ ഞാൻ അവരോട് പോവാ. അപ്പൊ എല്ലാവർക്കും അല്ല ഈ വ്ലോഗിംഗ് നടന്നല്ലോ അല്ലേ? വ്ലോഗിംഗ് നടന്നു പിന്നെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിങ്ങൾക്കും ഹാപ്പി ഓണം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊപ്പം ചേർന്ന്. യെസ് യെസ് യെസ്. അപ്പൊ താങ്ക് യു. ബൈ ബൈ ബൈ. ബൈ ബൈ ബൈ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തിരുവാറന്മുള അപ്പൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ ആചാരങ്ങളും കാഴ്ചകളും ഒക്കെയും കണ്ടു. നല്ല വള്ളസദ്യ കഴിച്ചു. അങ്ങനെ മനസ്സും വയറും ഒക്കെ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പൊന്നോണക്കാലം എല്ലാവർക്കും മനോഹരമായിരിക്കട്ടെ. സുഖവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിപ്പോകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊന്നോണ ദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ദേ ഇവിടെ ആറന്മുളയിൽ നിന്ന് ഇറങ്ങാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ടീമും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഓണാശംസകൾ.